بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ബാനറിൽ ഒരു ക്യാമ്പയിൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ക്യാമ്പയിനോടനുബന്ധിച്ച് തന്നെ പ്രഭാഷണങ്ങളും അതുപോലെ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ, ജനസമ്പർക്ക പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ട CD വിതരണം, ലഘുലേഖ വിതരണം എന്നിവയെല്ലാം ഈ 2 മാസ കാലയളവിൽ നടത്തുവാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. പലരുമായും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംബന്ധിക്കുവാനും ഈ ആത്മീയ തട്ടിപ്പിനെതിരെ, വിശ്വാസ ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തുകയും അതോടൊപ്പം തന്നെ പലരും ഇന്ന് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവരാണ്. തങ്ങളുടെ നേതാക്കന്മാർ എന്തു പറഞ്ഞുവോ അതിലപ്പുറം ഒന്നും തന്നെയില്ല. അവർ എന്ത് പറഞ്ഞു കൊടുക്കുന്നുവോ അത് തന്നെയാണ് ദീനെന്ന് കരുതിക്കൊണ്ട് ഈ സമൂഹം ഇതുപോലെയുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ പോലും ഈ ചൂഷണത്തിൽ നിന്ന് വിമുക്തമായിട്ടില്ല. ഈ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ ശക്തമായി നമ്മൾ രംഗത്ത് വരേണ്ടതുണ്ട്. ഈ ദ്വൈമാസ ക്യാമ്പയിന് ഇവിടെ സമാപന സമ്മേളനം നടക്കുകയാണ്. ഇതിവിടെ സമാപിക്കുമ്പോൾ ആ പ്രവർത്തനം ഇവിടെ സമാപിക്കുകയല്ല, അത് ഇനിയും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തുടർന്ന് നമുക്ക് നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ പിന്തുണ അതിനുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെ എൻ്റെ കർത്തവ്യം സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ വേദിക്ക് അധ്യക്ഷത വഹിക്കുന്നത് സെന്ററിൻ്റെ വൈസ് പ്രസിഡന്റുമായ ജനാബ് അബ്ദുൽ അസീസ് കോതമംഗലം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സമാപന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ജനാബ് അബ്ദുൽ ഖാദിർ സാഹിബ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അൽ ഖസീം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജനാബ് ഹുസൈൻ ആലുവ, അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമാപന സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബുക്കേരിയ ജാലിയത്തിലെ അധ്യാപകനായ അബ്ദുർ റഷീദ് സുല്ലമി ഉഗ്രപുരമാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിക്ക് നന്ദി അർപ്പിക്കുന്നത് ജനാബ് കോയ ബീരാൻ സാഹിബ്, അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ 1-2 നറുക്കെടുപ്പ്, അതുപോലെ അൽഹുദ മദ്രസയെ പറ്റിയുള്ള വിവരങ്ങൾ, ഇതെല്ലാം ഇവിടെ സമർപ്പിക്കുന്നത് അൽഹുദ മദ്രസയുടെ വിവരങ്ങൾ സമർപ്പിക്കുന്നത് ജനാബ് അബ്ദുറഹീം ഫാറൂഖി. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഒരു ചോദ്യം ഇവിടെ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും. അതിൽ
പൂരിപ്പിച്ചുകൊണ്ട് ബോക്സിൽ നിക്ഷേപിക്കുക. ചെറിയ തോതിൽ ചെറിയ സമ്മാനങ്ങൾ അതിനുണ്ടായിരിക്കുന്നു. ആ സമ്മാനം നറുക്കെടുപ്പ് നിർവഹിക്കുന്നത് ജനാബ് അഹമ്മദ് സജ്മീർ നദി മൗലവി. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിക്ക് അധ്യക്ഷത വഹിക്കുവാൻ ജനാബ് അബ്ദുൽ അസീസ് കോതമംഗലം അവരെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സദഖല്ലാഹുൽ അലീം. സ്നേഹാദരണീയനായ വേദിയിൽ ഇരിക്കുന്ന സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ആദർശധീരരായ ഇസ്ലാഹി പ്രവർത്തകരെ, പ്രവാസി സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കിയ പോലെ ഇന്നിവിടെ പ്രഭാഷണം ചെയ്യപ്പെടുന്ന വിഷയം വ്യവസായവൽക്കരിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങൾ. നാം വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന എവർക്കും അറിയാം, മുസ്ലിങ്ങളിൽ മാത്രമല്ല എല്ലാ സമുദായത്തിലും ഏറ്റവും നല്ല കച്ചവടമായി, വരുമാന മാർഗമായി വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ വിശ്വാസത്തെ തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ട് ഇവിടെ കച്ചവടം നടത്തുകയാണ്. കമ്പോളങ്ങൾ വിശ്വാസവൽക്കരിക്കപ്പെട്ടു. നാം മനസ്സിലാക്കേണ്ടത്, സായിബാബമാരും അതുപോലുള്ള ദൈവങ്ങളും മരിച്ചു കഴിഞ്ഞു. ദൈവങ്ങൾ കുൽഹു അല്ലാഹു അഹദ്, അവൻ ഒരുവനാകുന്നു, അവനെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെയുള്ള വാക്യങ്ങൾ തൗഹീദിൻ്റെ ഘടകവിരുദ്ധമായ വിഷയങ്ങൾക്ക് എതിരായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വ്യവസായവൽക്കരിക്കപ്പെടുന്ന ആളുകളെ പറ്റി നാം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ഇസ്ലാം പറഞ്ഞ ആ വിശ്വാസത്തിലേക്കും തൗഹീദിലേക്കും തിരിച്ചു വരേണ്ട കാലം വളരെയധികം അതിക്രമിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഓതി വച്ച ആയത്ത്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നാം സസൂക്ഷ്മം അല്ലാഹു സുബ്ഹാനഹു തആല കണ്ടറിയുന്നു എന്നുള്ളതാണ്. ഈ നശ്വരമായ ജീവിതത്തിൽ അല്ലാഹു നൽകിയ മുഴുവൻ കഴിവുകളും, അവൻ്റെ ആരോഗ്യവും അവൻ്റെ എഴുത്തും മറ്റ് എന്തെല്ലാം കഴിവുകളുണ്ടോ, അറിവുകളുണ്ടോ, അതെല്ലാം ഈ നശ്വരമായ ഭൗതിക ലോകത്തിന് വേണ്ടി മാത്രം വിനിയോഗിച്ചുകൊണ്ട് അനശ്വരമായ ലോകത്തെപ്പറ്റി ചിന്തിക്കാതെ മരിച്ചു പോകുന്ന ആളുകളായി മാറിക്കൂടാം നാം. കാരണം നമ്മെ സംബന്ധിച്ച് അറിവുകൾ കിട്ടിയവരാണ്, അനേകം സന്ദേശങ്ങൾ കിട്ടിയവരാണ്, അനേകം വിവരങ്ങൾ നാം ഉള്ളവരാണ്. ഭൗതികമായ നശ്വരമായ ജീവിതത്തിന് വേണ്ടി നാം കളക്ട് ചെയ്യുന്ന ഈ അറിവ് ഭൗതിക ലോകത്തേക്കാണെങ്കിൽ നാളെ അനശ്വരമായ എന്നെന്നും കാലാകാലമുള്ള ജീവിതത്തിലേക്ക് നാം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വൃദ്ധ എവിടെ നിന്ന് മരിച്ചു പോയാൽ വരാനിരിക്കുന്ന ആ ജീവിതത്തെ പറ്റി നാം വളരെ ഗൗരവപൂർവം മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമാണെന്ന് സന്ദർഭോചിതമായി ഇത് ശ്രമിക്കുന്ന മുഴുവൻ ആളുകളോടും ഒരു സഹോദരൻ എന്ന രീതിയിൽ ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഇത് ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ മാത്രമുള്ളതല്ല. എന്നാൽ നാം അല്ലാഹുവിൻ്റെ ദാസന്മാർ ഓരോരുത്തരും
ഈ കർത്തവ്യം പരിപൂർണമായും നാം ഏറ്റെടുത്തുകൊണ്ട് ഇത് എന്നെ ബാധിക്കുന്ന, എന്നോട് അല്ലാഹു നാളെ ചോദ്യം ചോദിക്കുന്ന കാര്യമാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മയെ വിജയിപ്പിക്കുകയും ഇതിനുവേണ്ടി പരിപൂർണമായ രീതിയിൽ സഹകരിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകും, തീർച്ചയാണ്. കാരണം ഇത് കാലദറത്തിൻ ഖൈറൻ നറ, ഒരു ചെറിയ അണുമണിത്തൂക്കം ആരെങ്കിലും നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നാം അറിയാതെ നമ്മുടെ കിതാബുകളിൽ നമ്മുടെ മരണശേഷവും അത് രേഖപ്പെടുത്തുമെന്ന് നിസ്സംശയമാണ് അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം വിഷയങ്ങളിൽ നാം വളരെ പുറകോട്ടാണെന്ന് നമ്മുടെ സദസ്സ് നമ്മെ തെളിയിക്കുകയാണ്. ഈ ബുറയുടെ പല ഭാഗത്തും പല പരിപാടികളിലും പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളോട് വികാരഭരിതനായി ഞാൻ ഈ കാര്യം ഉണർത്തുന്നത്. കാരണം പല വിഷയങ്ങളിലും പല കൂട്ടായ്മകളിലും നാം ഉദ്ദേശത്തിലേറെ ആളുകൾ വന്നെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാൻ ഉപദേശിക്കുന്ന ഇത്തരം സദസ്സുകൾ കാലിയായി കാണുന്നത് ഹൃദയത്തിന് ഈമാനുള്ള മനുഷ്യന് വേദനയുണ്ടാക്കും സഹോദര എന്ന് നിങ്ങളോട് ആത്മാർത്ഥമായി ഉണർത്തുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ ഉള്ളവർ, ഇത് മനസ്സിലാക്കിയവർ, ഇത് കേട്ടവർ, ഇത് ഹാജരുള്ളവർ, ഹാജരില്ലാത്തവർക്ക് എത്തിക്കൽ നിങ്ങളുടെ ബാധ്യതയായി, നമ്മ എല്ലാവരുടെയും ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് ഈ കർത്തവ്യം നിങ്ങളിലേക്കും ഉത്തരവാദിത്തപ്പെടുത്തുന്നു. അള്ളാഹുവിന് സാക്ഷിയാണ്. നാളെ സമാധാനം പറയേണ്ടി വരുന്ന ദിവസം അള്ളാഹുവിൽ നാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ, ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, ഈ പ്രഭാഷണത്തിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ബാധ്യതയായി, എൻ്റെ ഓരോരുത്തരുടെയും ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പിരിയണമെന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ അനുഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വ്യവസായവൽക്കരിക്കപ്പെടുന്ന വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി, വിഷയാവതരണത്തിന് വേണ്ടി റഷീദ് സുല്ലമി അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാഹിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്പം ആഴ്ചകൾക്ക് മുമ്പാണ് ഇതേ വിഷയം ആസ്പദമാക്കി ഈ ഹാളിൽ ഞാൻ നിങ്ങളുമായി ചില കാര്യങ്ങൾ സംസാരിച്ചത്. വ്യവസായവൽക്കരിക്കപ്പെടുന്ന അന്ധവിശ്വാസം ഇന്ന് നമ്മുടെ നാട്ടിലേറെ ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു വരികയും ചെയ്യുന്നു. എനിക്ക് വിഷമം തോന്നിയ ഒരു സംഗതി, ഇന്ന് പ്രബോധിത സമൂഹവും പ്രബോധകരും ഒരുപോലെ ഏതൊരു തിന്മയുമായി രാജിയാവാൻ തയ്യാറായ ഒരു സാഹചര്യമാണ്. പുതിയ ബിംബങ്ങളും വിഗ്രഹങ്ങളും ഉയർന്നു വരികയും
പഴയ വിഗ്രഹങ്ങളെയോ ബിംബങ്ങളെയോ തകർക്കാൻ സാധിക്കാതെ വിശ്വാസി സമൂഹം ദുർബലമാവുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് വിശ്വാസ രംഗത്ത് മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളിലും നമുക്കത് കാണാൻ കഴിയും. ഈ ദൗർബല്യം ആപ്പിൾ പോലെയുള്ള എത്രയോ കമ്പനികൾ പഴയ കാലത്തും സമൂഹത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും അതിൻ്റെ വിപത്ത് പലരും നേർക്കുനേരെ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അത്തരം കമ്പനികൾ രംഗത്ത് വരുന്നു, പുതിയ വാഗ്ദാനങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്നു. ഈ വാഗ്ദാനങ്ങളിൽ മയങ്ങി മനുഷ്യൻ വീണ്ടും ചതിക്കുഴികളിൽ അകപ്പെടുകയും ചെയ്യുന്നു. അന്ധവിശ്വാസങ്ങളുടെ രംഗമാകുമ്പോൾ, വിശ്വാസത്തിൻ്റെ രംഗമാകുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധ്യമാവാത്ത ഒരു ദൗർബല്യം നമ്മുടെ നാട്ടിലുണ്ട്. ഒരാൾ ഞാൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടാൽ അതിൻ്റെ പേരിൽ അയാളെ പിടികൂടാനോ ജയിലിലടക്കാനോ ശിക്ഷ വിധിക്കാനോ നമ്മുടെ രാജ്യത്ത് വകുപ്പില്ല. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് ആലോചിക്കാനുള്ളത്, ഈ പുതിയ ബിംബങ്ങളും വിഗ്രഹങ്ങളും ഉയർന്നു വരുമ്പോൾ നിസ്സംഗതയോടെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ നാം വേണ്ടത്, അതോ നമ്മളുടേതായ രീതിയിൽ പ്രതികരിക്കുകയാണോ? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ ഒരു നാട്ടിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനം പൂർത്തിയായി ആ രാജ്യം തന്നെ ഇസ്ലാമിക രാജ്യമായി മാറിയ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ പ്രസിദ്ധമായൊരു വിഗ്രഹത്തെ തകർക്കാൻ തൻ്റെ സഹാബത്തിനെ നിയോഗിച്ചു. അക്കൂട്ടത്തിൽ മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം സൈന്യ നേതാവിനോട്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമ്മൾ വിഗ്രഹം തകർക്കുന്നത് നോക്കി നിൽക്കാൻ നമുക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിനെ വീക്ഷിക്കാൻ ഇവിടെ ആബാലവൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരെ ഒന്ന് തമാശയാക്കാൻ എനിക്കൊരാഗ്രഹമുണ്ട്, അതിനെനിക്ക് അവസരം തരണം. അദ്ദേഹം ആ വിഗ്രഹത്തിന് നേരെ നടന്നെടുത്തു. പെട്ടെന്ന് അദ്ദേഹം ബോധക്ഷയം വന്നതുപോലെ വീണുരുണ്ടു. അവിടെ കൂടിയ സകല ആളുകളും മൂക്കത്ത് വിരൽ വെച്ച് വിളിച്ചു പറഞ്ഞത്, നമ്മുടെ ദൈവത്തിന് ഇപ്പോഴും ശക്തിയുണ്ട്, ആ ദൈവത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല, അതിൻ്റെ നേരെ ആരൊക്കെ നടന്നെടുക്കുന്നുവോ അവർക്കൊക്കെ ഗുരുത്തക്കേട് സംഭവിക്കും. പക്ഷേ പെട്ടെന്ന് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയും തൻ്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് ആ വിഗ്രഹത്തെ തകർക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം, ഒരു മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നില്ല. ഫിർഔനിനെ ചോദ്യം ചെയ്ത ഒരു മൂസ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നില്ല. നമ്രൂദിനെ ചോദ്യം ചെയ്ത ഒരു ഇബ്രാഹിം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നില്ല. ഖുദ്സ് കീഴടക്കിയ ഒരു സലാഹുദ്ദീൻ അയ്യൂബി പുനർജനിക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നം. കുറച്ചു മുമ്പ് എനിക്ക് വന്ന ഒരു ഇമെയിലിൽ ഇങ്ങനൊരു സംഭവം അതിൽ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും പ്രത്യേകമായ പരിശീലനങ്ങൾ സിദ്ധിക്കുകയും ചെയ്ത ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നോക്കുമ്പോൾ അയാൾ പഴയ പോലെ നമസ്കരിക്കുന്നില്ല. സുഹൃത്തുക്കൾ വിളിച്ചു നോക്കി, എന്താ നമസ്കരിക്കാൻ വരാത്ത, നമുക്ക് പള്ളിയിൽ പോകാം. ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് 3 ചോദ്യമുണ്ട്, ആ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ
നിങ്ങളുടെ കൂടെ ഞാൻ നമസ്കരിക്കാൻ വരാം. അവരൊരു പണ്ഡിതനെ കൊണ്ടുവന്നു. ആ പണ്ഡിതന്റെ മുമ്പിലും അയാൾ തൻ്റെ വിഷയം അവതരിപ്പിച്ചു. പലരോടും ഞാൻ ചോദിച്ച ചോദ്യമാണ്, അവർക്കൊന്നും ഉത്തരം പറയാൻ പറ്റാത്തതാണ്. നിങ്ങൾക്ക് പറ്റുമോ? പണ്ഡിതൻ പറഞ്ഞു, നീ ചോദിക്ക്, നമുക്ക് ശ്രമിച്ചു നോക്കാം. അവൻ ചോദ്യം ആരംഭിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ പറയുന്ന അള്ളാഹു ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കാണുന്നില്ലല്ലോ. രണ്ടാമത്തേത്, പിശാച് സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണെന്ന് പറയുന്നു. ആ പിശാചിനെ നാളെ പരലോകത്ത് ശിക്ഷയ്ക്ക് വേണ്ടി വലിച്ചെറിയുന്നതും അതേ നരകത്തിൽ, ആ തീയിൽ തന്നെയാണ്. എങ്കിൽ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പിശാചിന് ആ തീയിൻ്റെ വേദന പ്രത്യേകിച്ച് അനുഭവിക്കാൻ ഉണ്ടാകുമോ? മൂന്നാമത്തത്, നിങ്ങൾ പറയുന്ന ഖലാവും ഖദറുമൊക്കെ എന്താണ്? ചോദ്യം അവസാനിച്ച ഉടനെ ഈ മതപണ്ഡിതൻ എഴുന്നേറ്റ് ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി ഒറ്റ അടി കൊടുത്തു. നന്നായിട്ട് വേദനിച്ചു. അയാൾ അല്പം ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റെന്ന് ചോദിച്ചു, നിങ്ങളോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെ നിങ്ങൾ എന്നെ ശാരീരികമായി കൈകാര്യം ചെയ്യുകയാണോ? ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിച്ചത്, നിങ്ങളുടെ അടിയല്ല. മതപണ്ഡിതൻ പറഞ്ഞു, നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ നൽകിയത്. നിനക്ക് വേദനിച്ചോ? അതെ, എനിക്ക് വേദനിച്ചു. വേദന എന്ന് പറയുന്ന ഒന്നുണ്ടോ? അതെനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് ഞാൻ അനുഭവിക്കുന്നു. നിങ്ങളുടെ അടിയുടെ വേദന ഞാൻ അനുഭവിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞാനത് അനുഭവിക്കുന്നു. അതാണ് നിന്റെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ്റെ സകലമായ അനുഗ്രഹങ്ങളും നീ അനുഭവിക്കുന്നു. എന്നിട്ടും നീ അവനെ നിഷേധിക്കുന്നു. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്, നീയും സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്. അപ്പോൾ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട എൻ്റെ കയ്യിൻ്റെ അടി നിനക്ക് വേദനിച്ചുവെങ്കിൽ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പിശാചിന് ആ കത്തിയാളുന്ന നരകവും വേദനയായിത്തീരും. നിനക്ക് എന്നിൽ നിന്ന് അടി കിട്ടുമെന്ന വിവരം ആരെങ്കിലും നിന്നെ അറിയിച്ചിരുന്നോ? ഇല്ല, ആരും അറിയിച്ചിട്ടില്ല. സ്വപ്നത്തിലെങ്കിലും നീ ഈ കാര്യം ഓർത്തിരുന്നോ? അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരുന്നോ? ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. എങ്കിൽ ഇത് സംഭവിച്ചപ്പോൾ മാത്രമാണ് നിനക്കത് മനസ്സിലായതല്ലേ? അതെ, അതാണ് ഖലാഇൻ്റെയും ഖദറിൻ്റെയും പ്രത്യേകത. നേരത്തെ നമുക്കത് പറയാൻ പറ്റില്ല. അത് സംഭവിക്കുമ്പോഴാണ് അത് സംഭവിച്ചു, ഇന്നതായിരുന്നു എൻ്റെ ഖലാഇ, ഇന്നതായിരുന്നു എൻ്റെ ഖദർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരടിയിലൂടെ ആ ചെറുപ്പക്കാരൻ്റെ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ആ ചെറുപ്പക്കാരനെയും കൂട്ടി പള്ളിയിലേക്ക് പോകാൻ ആ മതപണ്ഡിതന് സാധിച്ചതുപോലെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള കരുത്തും അതിനുള്ള പിൻബലവുമില്ലാതെ വിശ്വാസി സമൂഹം ഇന്ന് ഏറ്റവും ദുർബലമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ പത്രസമ്മേളനങ്ങൾ വിളിച്ചറിയിക്കുന്നത് കാന്തപുരത്തുകാരൻ്റെ കയ്യിലുള്ള ആ മുടി വ്യാജമാണ് എന്നതാണ്. ഇന്ത്യ രാജ്യത്ത് ബോംബെയിൽ നിന്ന് ഇതുപോലെ ആളുകളെ വശീകരിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പുരോഹിതൻ്റെ കയ്യിൽ നിന്നാണ് അബുദാബിയിലൂടെ കറങ്ങി വന്ന് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് അത് തിരിച്ചെത്തിയത്. ഇത് ബോധ്യപ്പെടാത്തവരാരാ ഇന്ന് നാട്ടിലുള്ളത്? അത് വ്യാജമാണ്, പ്രവാചകൻ്റേതല്ലെന്ന് ബോധ്യപ്പെടാത്തവർ ഇന്ന് നാട്ടിലാരുമില്ല. പക്ഷെ എന്നിട്ടും നാട്ടിലും ഇവിടെയും അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഭീമമായ ഭവനം അവിടെ സ്ഥാപിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുറവിളികളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, ഇതുപോലെയുള്ള യോഗങ്ങളും പ്രസംഗങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അത് വരാതിരിക്കാൻ പറ്റുന്ന വിധം വേണ്ടത് ചെയ്യാൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദുർബലരാണ് ഇന്നത്തെ വിശ്വാസികൾ എന്നർത്ഥം. ഞാൻ ഓതി വെച്ച ഒരു വചനം, വിശുദ്ധ ഖുർആന്റെ വചനം, മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളിൽ ചില ആളുകളുണ്ട്, സദഖു മാ അഹദുല്ലാഹ അലൈഹി, അള്ളാഹുമായി അവർ നേരത്തെ ചില കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാറിനോട് നീതി പുലർത്തിയവരാണവർ, സത്യസന്ധമായ ആ കരാറിനോട് പ്രതികരിച്ചവരാണവർ.
വമിൻഹും മൻ ഖലാ നഹ്ബഹു വമിൻഹും മൻ യന്തളിർ. തൻ്റെ ജീവിതത്തിൽ ആ പ്രതിജ്ഞ നിറവേറ്റാൻ സാധിക്കാതെ അവസരം കാത്ത് കഴിയുന്നവരും വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. വമാ ബദ്ദലു തബ്ദീല. ജീവിതത്തിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികളും പ്രയാസങ്ങളും നിരന്തരം വേട്ടയാടിയിട്ടുണ്ട്. എന്നിട്ടും ജോലി ബാധ്യതക്കിടയിൽ, കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ, സാമൂഹ്യ ബന്ധങ്ങൾക്കിടയിൽ, വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കിടയിൽ അള്ളാഹുമായിട്ട് നടത്തിയിട്ടുള്ള കരാർ പൂർത്തീകരിക്കാൻ അവർ അവസരം പാർത്തിരിക്കുകയായിരുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരെ ഈ ചിന്തയിൽ നിന്ന്, ഈ പ്രതിജ്ഞയിൽ നിന്ന് മാറ്റിക്കളഞ്ഞില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഓരോ ദിവസവും വിശ്വാസി അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ അനുഷ്ഠാനങ്ങളും എൻ്റെ ത്യാഗങ്ങളും ഒക്കെയും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അത് പറഞ്ഞ് നേരെ നാം തിരിഞ്ഞ് സലാം വീട്ടി ഓടുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ദീനിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർക്കാനല്ല, തൻ്റെ നാവ് കൊണ്ടെങ്കിലും അതിനെ ഒന്ന് എതിർക്കാനുമല്ല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയോടുള്ള നമ്മുടെ പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദി. നിങ്ങൾ തിന്മ കണ്ടാൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ആ തിന്മ തടയണം. അതാണ് ഈമാനിന്റെ ഏറ്റവും ഉയർന്ന കരുത്ത്. അങ്ങനെ തടയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഫബിലിസാനി, നിങ്ങളുടെ നാവ് കൊണ്ടെങ്കിലും ആ തിന്മയെ എതിർക്കണം. ഇന്ന് സമൂഹത്തിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം, ഒരു ബസ്സിൽ ഒരു കണ്ടക്ടറോ അല്ലെങ്കിൽ മറ്റൊരാളോ ഒരു സഹോദരിയെ ശല്യപ്പെടുത്തുന്നുവെങ്കിൽ അത് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിനെതിരെ ശബ്ദിച്ചാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, ഞാൻ ആക്രമിക്കപ്പെട്ടു പോകുമോ എന്ന ഭീതിയാണ്. എവിടെയെങ്കിലും ഒരു ചെറിയ അനക്കം ആ തിന്മക്കെതിരെ ഉണ്ടായാൽ അയാളുടെ കൂടെ ചേർന്ന് എതിർക്കാൻ ഒരു പക്ഷേ ആളുകൾ ഉണ്ടാവാം. ഒന്നാമതായി ആ തിന്മക്കെതിരെ രംഗത്ത് വരാൻ നമുക്ക് പറ്റണില്ല. വ്യക്തിപരമായ വിഷയം അതാണ്. അപ്പോൾ നാവ് കൊണ്ട് എതിർക്കാനുമെങ്കിലുമുള്ള ഒരു കരുത്ത് നമ്മൾ കാണിക്കണം. അതിനും പറ്റുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ട് വെറുത്തെങ്കിലും അതിൽ നിന്ന് പിന്തിരിയണം. ആ സാഹചര്യത്തിൽ നിന്ന്, അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലും 100 റിയാൽ ഈ മണിമന്ദിരത്തിന് വേണ്ടി ലോകത്തെവിടെയും മാതൃകയില്ലാത്ത വിധം ഉയർന്നു വരാൻ സാധ്യതയുള്ള ഈ മണിമന്ദിരത്തിന് വേണ്ടി പണം സംഭാവന ചെയ്തവരുണ്ടാകും. ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാതിരിക്കും? ഇതാണ് ന്യായം. 4-5 ആളുകൾ വരും. പലപ്പോഴും സ്വകാര്യമായി ഇതുപോലെയുള്ള, പ്രത്യേകിച്ചും കസീമിൽ ഒരു പരസ്യമായി പിരിവ് നടക്കൂല. അതുകൊണ്ട് 4-5 ആളുകൾ സ്വകാര്യമായി നമ്മുടെ റൂമുകളിൽ വന്ന് ഈ ആവശ്യം ഉന്നയിച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ കീശയിൽ നിന്ന് 100 റിയാൽ പൊങ്ങുകയാണ്. എങ്ങനെ കൊടുക്കാതിരിക്കുക? എവിടെയാണ് നമ്മുടെ ഈമാൻ? എവിടെയാണ് നമ്മുടെ ഈമാൻ? ഇത് മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം പത്രത്തിലൊക്കെ വന്നു. മഹല്ല് കമ്മിറ്റിയും ഉത്തരവാദപ്പെട്ട മഹല്ലിന്റെ നേതൃത്വം ഒക്കെ തീരുമാനിച്ചിട്ടാണ് ഒരു ഖബർ കുഴിച്ചു നോക്കിയത്. കുറെ കുഴിച്ച് അങ്ങോട്ട് ചെന്നിട്ടും ഒന്നും കിട്ടിയില്ല. വളരെ താഴേക്ക് ചെന്നിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നേരത്തെ ഒന്നിനെയും അവിടെ മറവ് ചെയ്തിട്ടില്ല. ഒരു ജന്തുവിനെ പോലും, ഒരു പൂച്ചക്കുട്ടിയെ പോലും അവിടെ മറവ് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെയും ഒരു ഖബർ പൊന്തുകയും അവിടെയും ഇത്രയും കാലം ആരാധന നടത്തുകയും ചെയ്തു. അങ്ങനെ ഒന്ന് അന്വേഷിക്കാൻ പോലും, അതിന്റെ ചുവട്ടിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും എന്ന് അന്വേഷിക്കാൻ പോലുമുള്ള ഒരു പ്രാഥമികമായ തയ്യാറെടുപ്പ് പോലും ഇല്ലാത്ത വിധം നമ്മൾ ഇതുമൊക്കെയായി രാജിയായി പോകുന്നു. ഞാൻ മുമ്പ് ഇതുപോലെ ഒരു സദസ്സിൽ പറഞ്ഞൊരു കഥ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. ഒരു ചെറുപ്പക്കാരൻ്റെ കഥ. നാട്ടിൽ തൊഴിലൊന്നുമില്ലാതെ നാട് വിട്ടതാണ്. അവസാനം ഒരു ജാറത്തിൽ അവിടുത്തെ സേവകനായി ജോലി ചെയ്തു. അവിടെ വളർന്നു വരുന്ന ഒരു കഴുതക്കുട്ടിയുമായി ചങ്ങാത്തത്തിലായി. ചില ജന്തുക്കൾ അങ്ങനെയാണല്ലോ, മനുഷ്യരുമായി പെട്ടെന്ന് ഇണങ്ങും. ആ കഴുതക്കുട്ടിയുമായി ചങ്ങാത്തത്തിലായി എപ്പോഴും അതിനെ പരിചരിച്ചും ശുശ്രൂഷിച്ചുമാണ് അയാൾ സമയം ചെലവഴിക്കുക. ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി, ഞാനൊന്ന്
നാട്ടിലേക്ക് പോവട്ടെ, എത്ര കാലമായി വന്നതാ. കൂടെ പോകുമ്പോൾ കൂടെ ഈ കഴുതക്കുട്ടിയും കൂടെ കൂടി. ഏറെ ദൂരത്തെ നടത്തം ഈ കഴുതക്കുട്ടിയെ ബാധിച്ചു. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അത് വിശന്നു വലഞ്ഞു. വഴിയിൽ വെച്ച് ആ ജന്തു ചത്തുപോയി. വേദന കൊണ്ട്, വിഷമം കൊണ്ട് അദ്ദേഹം കരഞ്ഞു. ആ കഴുതക്കുട്ടിയെ മറവ് ചെയ്തെടുത്തിരുന്ന് കരയാണ് ഈ ചെറുപ്പക്കാരൻ. അപ്പോഴാണ് അത് ശ്രദ്ധിച്ചുകൊണ്ട് ആളുകൾ ആ വഴിക്ക് കടന്നുപോയത്. എന്താണ് ഇയാൾ കരയുന്നത്? അയാളുടെ മുമ്പിൽ പ്രത്യേകമായി മറവ് ചെയ്ത് എന്തോ ഒന്നുണ്ടല്ലോ. ആളുകൾ ശ്രദ്ധിക്കുകയാണ്. അവൻ പറഞ്ഞു, ഇതേ മഹാനായ ഒരാളുടെ ഖബറാണ്, ആളുകൾ കാണാതെ പോയതാണ്, ആളുകൾ ശ്രദ്ധിക്കാതെ പോയതാണ്, ഇപ്പോഴാണ് ഞാനത് കണ്ടെത്തിയത് എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ അത് പതുക്കെ പതുക്കെ പ്രചാരം ഉണ്ടായി. ആളുകൾ അവിടെ തമ്പടിച്ചു. അതിന് പ്രത്യേകമായ വളച്ചുകെട്ടിലുണ്ടായി. ധാരാളക്കണക്കിന് തീർത്ഥാടകർ വന്നു. ഒരു വലിയ മന്ദിരമായി ഈ കൈതക്കുട്ടിയുടെ ജാറം പരിവർത്തിപ്പിക്കപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരന് തോന്നി ഈ വിഷയങ്ങളൊക്കെ ഒന്ന് തൻ്റെ പഴയ ജാറത്തിലെ ഉസ്താദുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് പഴയ ജാറത്തിലേക്ക് അദ്ദേഹം ചെന്നു. അവിടുത്തെ മുഖ്യ കാര്യദർശിയോട്, മുഖ്യ പുരോഹിതനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ ചോദിച്ചു, അല്ല ഉസ്താദേ, നമ്മുടെ ഈ ഖബറിൽ മരിച്ചു കിടക്കുന്ന മഹാനവർകൾ ആരാണ്? ഉസ്താദ് ചെറുപ്പക്കാരനെ അല്പം അപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, അതെ, നിന്റെ ആ കഴുതക്കുട്ടിയില്ലേ, ആ കഴുതക്കുട്ടിയുടെ തള്ളക്കഴുതയാണ് നമ്മുടെ ഈ ജാറത്തിലുള്ളത്. അപ്പൊ മഹാന്മാരുടേത് മാത്രമല്ല, കഴുത ചത്തിട്ടുണ്ടെങ്കിൽ ആ കഴുതക്ക് പോലും ജാറങ്ങൾ ഉണ്ടാക്കുകയും ആ ജാറങ്ങളിലേക്ക് നേർച്ചകളും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ സമുദായം ഉള്ളത്. അവിടെ ഇഷ്ടംപോലെ പണം വരും. ഇതാണല്ലോ നമ്മുടെ വിഷയം തന്നെ, വ്യവസായവൽക്കരിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങൾ. അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്ക് പോലും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ചില ഭരണകാലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ പോലും തേഞ്ഞുമാഞ്ഞ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പല നേർച്ചകളും എല്ലാവിധ വിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്നവർ തന്നെ രണ്ടാമത് പുനർജീവിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിച്ചു. അവർക്ക് വോട്ടാണ് ആവശ്യം. രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ടാണ് ആവശ്യം. ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വകയായി കോടിക്കണക്കിന് വരുന്ന നിധിയാണ് കണ്ടെടുത്തത്. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്തുണ്ടായെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും ഈ രാജ്യത്തിന് ഗുണം ചെയ്യില്ല. കോടിക്കണക്കിന് വരുന്ന നിധിയിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും, ഒരു സ്വർണ്ണ നാണയമോ ഒരു വെള്ളി നാണയമോ ഈ രാജ്യത്തിന് സമ്പത്തിന്, ഈ രാജ്യത്തിന് വളർച്ചയ്ക്ക്, ഈ രാജ്യത്തെ മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപകാരപ്പെടില്ല. കാരണം അത് പത്മനാഭസ്വാമിയുടെ സമ്പത്താണ്. അത് അവിടെ തന്നെ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് എന്താ കാര്യം? പിന്നെ എന്തിനത് പൊളിച്ചു നോക്കിയത്? എന്തിനാണ് കണക്കെടുപ്പ് നടത്തുന്നത്? ഇപ്പൊ സമൂഹത്തിന് ഉപകാരപ്പെടാത്ത വിധം ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും സമ്പത്തിന്റെ കുന്നുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. സമ്പത്ത് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു അത്തരം കേന്ദ്രങ്ങളിലൊക്കെ. അതിനെതിരെ ശബ്ദിക്കാൻ സമൂഹത്തിന് സാധിക്കുന്നില്ല. സമൂഹം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ രംഗത്ത്, വിശ്വാസ രംഗത്ത് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്. നമ്മുടെ സഹോദരിമാർ ആ രംഗത്ത് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ മനസ്സ് ദുർബലമാണല്ലോ. പഴയകാലത്തെ സംഭവങ്ങൾ പരിശോധിച്ചാലും ഇന്നത്തെ സംഭവങ്ങൾ പരിശോധിച്ചാലും ജിന്ന് കൂടുന്നതാവട്ടെ, സിഹിർ ബാധിക്കുന്നതാവട്ടെ, കുട്ടിച്ചാത്തൻ കൂടുന്നതാവട്ടെ, അതാരെയാണ്? സഹോദരിമാരെയാണ്. കൈകാര്യം ചെയ്യാൻ അവരെയാണ് എളുപ്പം. ഈ പുതിയ ആധുനിക കാലഘട്ടത്തിലും ജിന്ന് കൂടുന്നതും സിഹിർ ബാധിക്കുന്നതും സഹോദരിമാരെ തന്നെയാണ്. എത്രയോ അനുഭവങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ പറയാൻ സാധിക്കും. രോഗം മാറാതെ വരുമ്പോ, ചികിത്സ ഫലം ചെയ്യപ്പെടാതെ വരുമ്പോ പലരും പറയുന്നു, ഇതേ നിങ്ങളുടെ ഈ പറയുന്ന ചികിത്സ കൊണ്ടൊന്നും അത് ഭേദമാകൂല, ഡോക്ടർമാരുടെ മരുന്ന് കൊണ്ട് ഈ രോഗം സുഖപ്പെടൂല, അത് നിങ്ങൾക്കെതിരെ ആരോ സിഹിർ ചെയ്തതാണ്. അത് ഇയാൾ പറഞ്ഞു, അങ്ങനെ സിഹിറൊന്നുമില്ല, അങ്ങനെ സിഹിറൊന്നും ബാധിക്കൂല, ഞാൻ ദൈവവിശ്വാസിയാണ്, ഞാൻ 5 നേരം നമസ്കരിക്കുന്നവനാണ്, അതുകൊണ്ട് എന്നെ ഈ സിഹിറൊന്നും ബാധിക്കൂല എന്ന് ആദ്യം അല്പം കരുത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു നോക്കി. പക്ഷെ പറ്റണില്ല. ആ സഹോദരിയുടെ പ്രതികരണത്തിനൊരു അങ്ങനെ പ്രതികരിച്ചു നോക്കി. പിന്നെയും ആളുകൾ വന്നു, നിങ്ങൾ എത്ര കാലമായി ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്നു, എത്ര ചികിത്സകൾ നിങ്ങൾ നടത്തി നോക്കി, ഏതെല്ലാം വൈദ്യന്മാരെ നിങ്ങൾ കാണിച്ചു നോക്കി, വല്ല പരിഹാരമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഇന്ന ആളുടെ അടുത്ത് പോയി നോക്ക്,
അയാളുടെ മനസ്സ് പതുക്കെ അങ്ങനെ ആ ഭാഗത്തേക്ക് ചായണം. ഈ സഹോദരിയുടെ മനസ്സ് ആ ഭാഗത്തേക്ക് ചായണം. ചികിത്സിച്ചു നോക്കിയല്ലോ, പണം ചെലവഴിച്ചു നോക്കിയല്ലോ, എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തു നോക്കിയല്ലോ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്കുകയും ചെയ്തു. ഒരുപക്ഷെ ആരെങ്കിലും സിഹ്ർ ചെയ്തതാണെങ്കിലോ, ഒരുപക്ഷെ എനിക്ക് ജിന്ന് ബാധിച്ചതാണെങ്കിലോ, അങ്ങനെ ഈ ജിന്നുബാധക്ക് പരിഹാരമായി, ഈ സിഹിറിന് പരിഹാരമായി അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നിടത്തും മുസ്ലിങ്ങളെ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ആധുനിക കാലത്തും. ഞാൻ സൂചിപ്പിച്ചത് ഈ അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും ഒക്കെ അതിന് ഏറ്റവും കൂടുതൽ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്. സഹോദരന്മാർ അതിന് പിറകിലാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനുള്ള മേഖല വളരെ വിശാലമാണ്. മേഖല വളരെ വിശാലമാണ്. നമ്മൾ എത്ര ശബ്ദിച്ചാലും ആ ശബ്ദത്തിന് ഒരു ചെറിയ ചലനം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത വിധം ബഹളങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകമാണ്. നമ്മുടെയൊക്കെ ചെവിയിൽ ഉറുമ്പ് പോയാൽ ആ ഉറുമ്പ് അതിനകത്തുണ്ടാക്കുന്ന പൊല്ലാപ്പ് നമ്മൾ മാത്രമേ അറിയുള്ളൂ. നമ്മൾ വിചാരിക്കും ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ ഈ ചെവിക്കകത്ത് നടക്കുന്ന ബഹളവും പ്രകടനവും ഒക്കെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മാത്രമേ അറിയുള്ളൂ. ആ രീതിയിലേക്ക് നമ്മുടെ ഓരോ ശബ്ദവും ഈ ബഹളങ്ങൾക്കിടയിൽ തേഞ്ഞില്ലാതെയായി പോകുന്നു, ലയിച്ചില്ലാതെയായി പോകുന്നു. അതിന് തിരിഞ്ഞു നോക്കാൻ പോലും ശ്രദ്ധിക്കാൻ പോലും ആവാത്ത വിധം സമൂഹം എല്ലാ തിന്മകളുമായി രാജിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കിടയിൽ നിന്ന് ഒരു പുതിയ മൂസ ഉണ്ടാവണം. നമ്മളിൽ നിന്നൊരു നമ്രൂദിനെതിരെ ശബ്ദിച്ച ഇബ്രാഹിം ഉണ്ടാവണം. നമ്മളിൽ നിന്ന് ഖുദ്സിനെ കീഴടക്കിയ ഒരു സലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടാവണം. നമ്മളിൽ നിന്ന് തിന്മയ്ക്കെതിരെ പോരാടിയ ഒരു മുഹമ്മദ് ഉണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിന്റെ പേരിൽ അഭിമാനിച്ച് തൗഹീദിന്റെ പ്രബോധനവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തെങ്കിലും നമ്മൾ കാണിക്കണം. എങ്കിലേ പുതിയ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായി വിശദീകരിക്കുന്നില്ല. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ആ കൂട്ടത്തിൽ പറയാനുള്ളത്, നമുക്ക് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചിന്തിക്കാനുണ്ട്. നാട്ടിലെ പല വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നു, പരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു, പുതിയ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ മാർഗങ്ങളും നമ്മൾ ഒരുക്കൂട്ടുന്നു. പക്ഷെ നമ്മളെയും നമ്മളെ സൃഷ്ടിച്ച പടച്ചവനെയും മറക്കുന്നു. നമ്മളെ മറന്നു പോകുന്നു. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെയും നമ്മൾ മറന്നു പോകുന്നു. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബികളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായി അവിടുന്ന് തന്നെ പറഞ്ഞു, ഇതാ സ്വർഗത്തിൽ മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം നിനക്ക് കിട്ടിയാൽ അതാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് സമ്പാദിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം. അത് എത്രയേ വേണ്ടത്? ചെറിയൊരു സ്ഥലമേ വേണ്ടുള്ളൂ. ചെറിയൊരു സ്ഥലമേ വേണ്ടതുള്ളൂ. ആ ഒരു വാഗ്ദാനം തന്നെ സഹാബത്തിന് നൽകിയപ്പോ അവരിൽ നിന്ന് പുരുഷനും സ്ത്രീയും കുട്ടികളും മുതിർന്നവരും ഈ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സുറാഖത്ത് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയുമായി അദ്ദേഹത്തിന്റെ മാതാവ് കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണല്ലോ, ഒന്നാമത്തെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എൻ്റെ ഈ മകനെയും കൂടെ ചേർക്കണം, എൻ്റെ മകനെയും കൂടെ ചേർക്കണം. അവൻ ഇസ്ലാമികമായ പോരാട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുറാഖത്ത് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തിൽ ചേർത്തു. യുദ്ധം നടക്കുന്നതിന് മുമ്പായി വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസികളുടെ സൈന്യത്തിന് വേണ്ടി ആവശ്യമായി വരുന്ന വെള്ളമൊക്കെ ഒരു കൂട്ടി ടാങ്ക് കെട്ടി സംരക്ഷിക്കുകയാണ്. ആ വെള്ളത്തിന്റെ ടാങ്കുകൾക്ക് കാവൽക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. രാത്രി സൈനിക ക്യാമ്പിൽ നിന്ന് ദാഹാർത്തനായി സുറാഖത്ത് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന സഹാബി പുറത്തിറങ്ങുകയും വെള്ളം കെട്ടിവെച്ച ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തു. വെള്ളത്തിന്റെ കാവൽക്കാർ തെറ്റിദ്ധരിച്ച് ശത്രുവാണെന്ന് വിചാരിച്ച് സുറാഖത്ത് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ അമ്പെയ്തു. അദ്ദേഹം അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ബദർ യുദ്ധം അവസാനിച്ചു. തന്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള കൗതുകത്തോടുകൂടി സുറാഖത്ത് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വന്നു. അവിടത്തെ കാണുന്നതിന് മുമ്പ് സഹാബികളെയാണ് അവർ കണ്ടത്. സഹാബികൾ പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകൻ ഷഹീദായിട്ടില്ല, നിങ്ങളുടെ മകന് ഷഹീദാകാനുള്ള അവസരം കിട്ടിയിട്ടില്ല, അവൻ അബദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. സംഭവങ്ങളൊക്കെ അവർ വിശദീകരിച്ചു കൊടുത്തു.
മാതാവിന് തൻ്റെ വിഷമം, സങ്കടം വല്ലാതെ അണപൊട്ടി ഒഴുകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എൻ്റെ മകന്റെ കാര്യത്തിൽ എനിക്കുള്ള ആവശ്യം അങ്ങേക്കറിയാമല്ലോ. ഞാൻ ഒറ്റക്കാണ്, ഒരു ഭർത്താവ് എനിക്കില്ല, മറ്റൊരു മക്കൾ എനിക്ക് താങ്ങും തണലുമായിട്ടില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന സുറാഖത്ത് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന എൻ്റെ ഏക മകനാണ്. അവന് എൻ്റെ അടുക്കലുള്ള ആവശ്യത്തെക്കുറിച്ച് അങ്ങേക്കറിയാമല്ലോ. എന്നിട്ടും അങ്ങയുടെ കൂടെ ഈ സൈന്യത്തിലേക്ക് ഞാൻ പറഞ്ഞയച്ചത് അവൻ ഷഹീദാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അവൻ ഷഹീദായിട്ടുണ്ടെങ്കിൽ ഞാൻ സമാധാനിക്കാം, ഞാൻ ക്ഷമിക്കാം, ഞാൻ പ്രതിഫലം കാംക്ഷിക്കാം. അല്ല എങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം? അവൻ ഷഹീദായിട്ടില്ല എങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം? അവൻ സ്വർഗം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാതാവിനോട് പറഞ്ഞു, ഉമ്മ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ മകന് സ്വർഗം കിട്ടില്ലെന്നോ? നിങ്ങളുടെ മകന് 2 സ്വർഗമാണ് അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളുടെ മകന് 2 സ്വർഗമാണ് അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു വിവരം കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടി സുറാഖത്ത് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് തിരിച്ചു പോരുന്നു. സ്വർഗം കിട്ടുമെങ്കിൽ ആ സ്വർഗത്തിന് മുമ്പിൽ എല്ലാ വിഷമങ്ങളും അവർ ഇറക്കി വെക്കുന്നു, എല്ലാ ആദ്യം അവർ ഇറക്കി വെക്കുന്നു. തൻ്റെ മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ, പ്രവാചകന്റെ കൂടെയുള്ള സൈന്യത്തിലേക്ക് പറഞ്ഞയക്കാൻ ആ മാതാവ് തയ്യാറായത് ജീവിതത്തിൽ ദുനിയാവിന്റെ പളപളപ്പുകൾ കാണാത്തത് കൊണ്ടല്ല, അവസരങ്ങളില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ജീവിതം സമർപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലാണ്. അവന്റെ മുമ്പിൽ മാത്രമാണ് അത് സമർപ്പിക്കേണ്ടത്. ശരി, മറ്റൊരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ദൂരെ നിന്ന് നടന്നു വരുന്നു. വളരെ ദൂരത്ത് നിന്നാണ് അവർ വരുന്നത്. വെയിൽ കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്ന് ഈ ക്ഷീണമൊക്കെ ഇറക്കി വെക്കുകയാണ്. പ്രവാചകന്റെ മുമ്പിൽ തന്റെ ആവലാതിയുടെ ഭാണ്ഡം ഇറക്കി വെച്ചു. എന്തായിരുന്നു ആ പെണ്ണിന്റെ പരാതി? പ്രവാചകരെ, ഞാൻ ഇടയ്ക്ക് ബോധം കിട്ട് വീണുപോകും. ബോധം കിട്ട് വീണുപോകുന്ന സമയത്ത് എൻ്റെ നഗ്നത വെളിവാകും. അതുകൊണ്ട് ഈ രോഗം ഒന്ന് ശിഫിയാകാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇതാണ് ഈ പെണ്ണിന്റെ ആവശ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണേ, ഇൻ ശിഅ്തി സബർതി ഫലക്കിൽ ജന്ന, നീ ക്ഷമിക്കുന്നുവെങ്കിൽ നിനക്ക് സ്വർഗമുണ്ടാകും. അല്ല, ഈ രോഗം ശിഫിയാകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഈ പെണ്ണ് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് സ്വർഗമുണ്ടാകുമെങ്കിൽ, ഈ രോഗം ഞാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ എനിക്ക് സ്വർഗമുണ്ടാകുമെങ്കിൽ എനിക്ക് സ്വർഗം മതി. ഈ രോഗം ഭേദപ്പെടണമെന്നൊരു നിർബന്ധം എനിക്കില്ല. എന്നിട്ട് ആ പെണ്ണ് തിരിച്ചു പോവുകയാണ്. മർഹബൻ ബിൽ മറൽ, മർഹബൻ ബിൽ മറൽ, രോഗമേ നിനക്ക് സ്വാഗതം, രോഗമേ നിനക്ക് സ്വാഗതം എന്നും പറഞ്ഞ് ഈ പെണ്ണ് തിരിച്ചു പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സ്ത്രീയെ കണ്ടപ്പോൾ തന്റെ കൂടെയുള്ള ആളുകളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇതാ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വർഗം വാഗ്ദാനം ചെയ്ത സ്ത്രീയാണത്. ആരാണ് ആ പെണ്ണ്? ഒരു വയസ്സത്തി പെണ്ണ്, കറുത്തിരുണ്ട ഒരു വയസ്സത്തി പെണ്ണ്. ആ കറുത്തിരുണ്ട വയസ്സത്തി പെണ്ണിന് സ്വർഗം കിട്ടുമെന്ന് കേട്ടപ്പോ, സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനം ലഭിച്ചപ്പോ തന്റെ ജീവിതത്തിൽ ഏതൊരു പ്രയാസവും പ്രതിസന്ധിയും സഹിക്കാൻ, ക്ഷമിക്കാനുള്ള കരുത്തുണ്ടായി. വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടതും ഈ കരുത്താണ്. സഹാബികൾക്കിടയിൽ ചെറിയ പ്രശ്നം. മദീനയിലെ സഹാബികളിൽപ്പെട്ട ഒരാൾ തൻ്റെ ഈന്തപ്പന തോട്ടത്തിനൊരു മതിൽ കെട്ടാൻ തീരുമാനിച്ചു. പക്ഷെ ആ മതിൽ കെട്ടാൻ തീരുമാനിച്ചെടുത്ത് അതിർത്തിയിൽ ഒരു ഈന്തപ്പന വളർന്നു നിൽക്കുന്നു. അതൊരു ചെറിയ അൻസാരി സഹാബിയുടേതാണ്. ഈ അൻസാരി സഹാബിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു, മോനെ, നമ്മളുടെ ഈ ഈന്തപ്പന തോട്ടത്തിനിടയ്ക്ക് ഒരു മതിൽ കെട്ടാൻ ഞാൻ ആലോചിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ അതിർത്തിയിൽ ഒരു ഈന്തപ്പനം വളർന്നു നിൽക്കുന്നു. ആ ഈന്തപ്പന നീ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അതിലൂടെ ഒരു മതിൽ കെട്ടാം. കുട്ടി പറഞ്ഞു, ഞാൻ തരൂല, വിലക്കാണെങ്കിലും ഞാൻ തരൂല, വെറുതെ ആണെങ്കിലും തരൂല, വിലക്കാണെങ്കിലും തരൂല. അവസാനം ഈ പ്രശ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. റസൂലുള്ള പറഞ്ഞു, മോനെ, ആ ഈന്തപ്പന കൊടുത്തേക്ക്. വലക നഖ്ലത്തുൻ ഫിൽ ജന്ന, പകരം സ്വർഗത്തിൽ നിനക്കൊരു ഈന്തപ്പന കിട്ടും. സ്വർഗത്തിലൊരു ഈന്തപ്പന എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് വലിയ വലിപ്പം തോന്നുന്നില്ല, വലിയ വലിപ്പം തോന്നുന്നില്ല. സ്വർഗത്തെക്കുറിച്ചുള്ള പഠനമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. സ്വർഗത്തെക്കുറിച്ച് പഠിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ഈന്തപ്പന വലുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. പക്ഷെ എന്നിട്ടും ഈ സഹാബി ഒതുങ്ങിക്കൊടുത്തില്ല. ഈ ചർച്ച കണ്ടുകൊണ്ടിരുന്ന സദസ്സിൽ നിന്ന് അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവന്റെ ഈന്തപ്പനത്തോട്ടം ഞാൻ വിലക്ക് വാങ്ങുകയും
എന്നിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്താൽ അങ്ങ് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലെ ഈന്തപ്പന എനിക്ക് കിട്ടുമോ? അദ്ദേഹം പറഞ്ഞു, നിനക്ക് കിട്ടും. വലക നഖ്ലത്തുൻ ഫിൽ ജന്ന. അദ്ദേഹം ചെയ്തതെന്താ? തൻ്റെ 600 ഈന്തപ്പനകളുള്ള തോട്ടം ഈ അൻസാരി സഹാബിയുടെ കൊച്ചു ഈന്തപ്പന തോട്ടത്തിന് പകരമായി കച്ചവടം ചെയ്തു. ഈ അൻസാരി സഹാബി അത് സമ്മതിക്കുകയും ചെയ്തു. തൻ്റെ 600 ഈന്തപ്പനകളുള്ള തോട്ടം സ്വർഗത്തിലൊരു ഈന്തപ്പനക്ക് പകരം അദ്ദേഹം വിൽക്കാൻ തയ്യാറായി. എന്നിട്ട് അദ്ദേഹം ഓടിച്ചെന്നു തൻ്റെ വീട്ടുകാരുടെ അടുക്കലേക്ക്. ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇതാ നിന്റെ മക്കളെയും നിന്റെ വീട്ടിലെ സാധനങ്ങളെയും ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഭാര്യ ചോദിച്ചു, എന്ത് പറ്റി നിങ്ങൾക്ക്? നമുക്ക് എന്തിനാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഇതാ സ്വർഗത്തിലെ ഒരു ഈന്തപ്പനക്ക് പകരം നമ്മുടെ ഈന്തപ്പന നാം മറിച്ചു വിറ്റിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമ്മുടേതല്ല ഈ ഈന്തപ്പന, ഈ തോട്ടത്തിലെ വീടും നമ്മുടേതല്ല. അതുകൊണ്ട് നിന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങ് എന്ന് പറഞ്ഞപ്പോ ആ സഹാബ വനിത സന്തോഷത്തോടു കൂടി തൻ്റെ ഭർത്താവിനോട് പ്രതികരിക്കുന്നത്, വളരെ ലാഭകരമായ കച്ചവടമാണ് അങ്ങ് നിർവഹിച്ചത് എന്നാണ്. ഇത് നമ്മുടെ സഹോദരിമാരുടെ മുമ്പിൽ ഒരു അനുഭവമായിട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കൊരു ആവേശത്തിൽ ഈമാൻ കൂടിയിട്ട് നമ്മൾ തീരുമാനിച്ചു നമ്മുടെ വീട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ, നമ്മുടെ വീടും പറമ്പും. നമ്മൾ വീട്ടുകാരോട് ചെന്ന് വിവരം പറഞ്ഞു. വീട്ടുകാർ പറയും, എങ്കിലേ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ എന്തെങ്കിലും വിറ്റോ, ഞാനും മക്കളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. 600 ഈന്തപ്പനകളുള്ള ആ തോട്ടവും ആ തോട്ടത്തിലെ കൊച്ചുകുടിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിൽപ്പന നടത്തിയെന്ന വിവരം കേട്ടപ്പോൾ അലോസരം കാണിക്കാതെ, അസ്വാരസ്യം കാണിക്കാതെ, പിറുപിറുപ്പ് കാണിക്കാതെ, നിങ്ങൾ ചെയ്ത കച്ചവടം ഏറ്റവും ലാഭകരമായ കച്ചവടമാണെന്ന് പ്രതികരിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞും മക്കളെയും എടുത്ത് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആ സഹാബ വനിതയ്ക്ക് സാധിച്ചത് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടതും ഈ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. എനിക്ക് അല്പം മുമ്പ് വന്നൊരു ഇമെയിലിൽ ഒരു മരണചിന്തയ്ക്ക് വേണ്ടി ഞാനത് വായിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ആ ആശയം എടുത്തു പറഞ്ഞാൽ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുമെന്നതുകൊണ്ടാണ് ഞാൻ ആ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയാം. ഇടതു നെഞ്ചിലെ വേദന അസഹ്യമാം വിധം കൂടിക്കൊണ്ടിരുന്നു. ശരീരം വേർക്കാൻ തുടങ്ങിയിരിക്കുന്നു. വേദന ഇടതു കൈയിലേക്കും പടർന്നുകൊണ്ടിരുന്നു. വേദന അസഹ്യമായപ്പോൾ ഒരു കൈ നെഞ്ചിലമർത്തി ഞാൻ തറയിലേക്ക് വീണു. അപ്പോഴാണ് ആളുകൾ എന്നെ കണ്ടത്. അവരെന്നെ താങ്ങിയെടുത്തൊരു ടാക്സിയിലേക്ക് കയറ്റി ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ സംസാരത്തിൽ എനിക്കുണ്ടായത് ഹാർട്ട് അറ്റാക്ക് ആണെന്നും വളരെ സീരിയസ് ആണെന്നും ഞാൻ മനസ്സിലാക്കി. കൂട്ടത്തിലൊരാൾ എൻ്റെ മൊബൈൽ ഫോണിൽ ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നി. വീട്ടിലെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. എന്നെയും കൊണ്ട് ടാക്സി ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലെത്തി. അറ്റൻഡർമാർ സ്ട്രെച്ചറിൽ കിടത്തി എന്നെ ICUയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ എനിക്ക് ചുറ്റും നിന്ന് എന്നെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവരിലൊരാൾ എൻ്റെ നെഞ്ചിൽ ശക്തിയായി അമർത്തുകയാണ്. പക്ഷേ എൻ്റെ ശരീരം പ്രതികരിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് ചുറ്റും കൂടിയ ഡോക്ടർമാരുടെ മുഖത്ത് നിരാശ പടരുന്നത് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. അതിൽ ചിലർ എൻ്റെ അടുത്തു നിന്നും തിരിച്ചു നടന്നു. മറ്റു ചിലർ എൻ്റെ ശരീരത്തിലെ ജീവൻ നിലനിർത്താൻ വേണ്ടി മൂക്കിലൂടെ ഇട്ട ഓക്സിജൻ ട്യൂബും മറ്റും വേർപ്പെടുത്തിയ ശേഷം എൻ്റെ മുഖത്തുകൂടി ഒരു വെള്ള മുണ്ടിട്ട് മൂടി. ഞാൻ മരിച്ചെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് ചിരി വന്നു. ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഉറക്കെ പറഞ്ഞെങ്കിലും ആരും കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. എങ്കിലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള കൗതുകത്തോടെ മിണ്ടാതെ ഞാൻ ചുറ്റും ശ്രദ്ധിച്ചു. എൻ്റെ മൊബൈലിൽ നിന്നും അവർ എൻ്റെ അനിയൻ്റെ നമ്പർ കണ്ടെത്തി വിവരം അറിയിച്ചതനുസരിച്ച് അനിയനും എൻ്റെ അടുത്ത 2 സുഹൃത്തുക്കളും എത്തി. എൻ്റെ അടുത്തു നിന്ന് അവർ പൊട്ടിക്കരയുകയാണ്. ഞാൻ അവരെ പറ്റിക്കാൻ വേണ്ടി കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ പൊട്ടിക്കരയുകയാണ്. എന്നാൽ പിന്നെ കരയട്ടെ എന്ന് ഞാനും കരുതി. അല്പസമയത്തിന് ശേഷം എന്നെ എല്ലാവരും ചേർന്ന് ഒരു ആംബുലൻസിൽ കയറ്റി. വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയാൽ എഴുന്നേറ്റിരുന്ന് എല്ലാവരെയും ഒന്ന് പറ്റിക്കണം. അനിയൻ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനും വീട്ടിലെത്തിയാൽ പൊട്ടിച്ചിരിക്കുമല്ലോ എന്നോർത്ത് എനിക്ക് ചിരി വന്നു. ആംബുലൻസ് വീടിൻ്റെ മുമ്പിൽ വന്നു. എല്ലാവരെയും ആശയപ്പെടുത്താൻ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ച് എനിക്കതിന് കഴിയുന്നില്ല. വീട്ടിൽ നിന്നും ഉയരുന്ന കൂട്ടക്കരച്ചിൽ എന്തോ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോഴും ഞാൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നെ ഒരു കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. എല്ലാവരും ആർത്തട്ടഹസിച്ച് കരയുകയാണ്. എൻ്റെ മരണം ഉൾക്കൊള്ളാനാവാതെ എല്ലാവരുടെ മുഖത്തും വല്ലാത്ത നിരാശയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി.
പ്രായമായ ഉപ്പ കണ്ണീരോടെ എന്നെ നോക്കി ദൈവത്തിൻ്റെ രക്ഷയും കരുണയും എന്നിൽ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം ഉദ്ദേശിച്ചാൽ അവൻ്റെ തിരുസന്നിധിയിൽ വെച്ച് കാണാമെന്നും പറഞ്ഞ് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ബാപ്പ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എങ്ങനെ സഹിക്കുന്നു എന്നോർത്ത് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ഉമ്മയെ ചുറ്റും തിരഞ്ഞു നോക്കി. ഉമ്മയുടെ അനിയത്തിമാർ താങ്ങിയെടുത്താണ് ഉമ്മാനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഉമ്മ എൻ്റെ പൊന്നുമോനെ എന്ന് വിളിച്ച് തേങ്ങിക്കരയുകയാണ്. എൻ്റെ അടുത്തിരുന്ന ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉമ്മ ഉമ്മ എന്ന് ഞാൻ വിളിച്ചെങ്കിലും ഉമ്മാക്കത് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സത്യം എനിക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു. ഉമ്മയോട് എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഉമ്മാടെ പൊരുത്തം സമ്പാദിച്ച മക്കളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ടോ അറിയില്ല. ഉമ്മാടുള്ള കടപ്പാടുകളെല്ലാം ഞാൻ നിറവേറ്റിയോ അറിയില്ല. ഒരിക്കൽ നബി തിരുമേനിയുടെ അടുക്കൽ ഒരാൾ വന്ന് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കടപ്പാട് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഉമ്മയോട് എന്ന് 3 തവണയും അതേ ചോദ്യത്തിന് ഉത്തരം നൽകിയ നബി വചനം എൻ്റെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടാക്കി. കാരണം തൻ്റെ മാതാവിനെ ചുമലിലിരുത്തി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഒരു യാത്ര പോയി തൻ്റെ കാൽപാദങ്ങൾ പൊട്ടി ചോരയൊലിപ്പിച്ചുകൊണ്ട് വന്നയാൾ നബിയോട് ചോദിച്ചു അത്രേ, നബിയെ, എൻ്റെ മാതാവിനോടുള്ള എൻ്റെ കടപ്പാടുകൾ തീർന്നോ? നബിയെ എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞത്, നിന്റെ മാതാവ് നിന്നെ പ്രസവിക്കുന്ന സമയത്ത് വേദന സഹിക്കാതെ ഞരങ്ങിയ ഒരു ഞരക്കത്തിൻ്റെ കടപ്പാട് തീർന്നു. ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ളത് മാതാവിനോട് തന്നെ. മാതാവിനെ അവഗണിച്ച് ഒരു സ്വർഗവും നേടാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടത് തീർച്ചയായും മാതാവ് ശ്രേഷ്ഠയായത് കൊണ്ട് തന്നെയാണ്. എൻ്റെ രക്ഷിതാവേ, എൻ്റെ ശബ്ദം കേൾക്കുമായിരുന്ന സമയത്ത് എൻ്റെ ഉമ്മയോടുള്ള കടപ്പാടുകൾ തീർന്നിരുന്നോ എന്ന് ചോദിക്കാൻ പോലും സമയമില്ലാതിരുന്ന എനിക്കിനി എന്തെങ്കിലും കടപ്പാടുകൾ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് പൊരുത്തപ്പെടിക്കാൻ ഒരവസരമില്ലല്ലോ നാഥ. ഞാൻ ഇത്ര വേഗം മരിക്കുമെന്ന് കരുതിയില്ലല്ലോ. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തിനാണ് മരണം എന്നെ പിടികൂടിയത്? ഞാൻ മരിക്കാറായി എന്നോ മരിക്കുമെന്നോ ഉള്ള ഒരു തോന്നലും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. തമ്പുരാനെ, എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എല്ലാ കർത്തവ്യങ്ങളും ഉപേക്ഷ കൂടാതെ ചെയ്യുമായിരുന്നല്ലോ തുടങ്ങി മനസ്സിൽ ചിന്തകൾ കാടുകയറിക്കൊണ്ടിരുന്നു. എൻ്റെ ഭാര്യയെയും മക്കളെയും കാണാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. എല്ലാവരും കരയുന്നത് കണ്ടെന്നോണം എൻ്റെ കൊച്ചുമോനും കരയുകയാണ്. അവന് പക്ഷേ മരിക്കുന്നത് എന്തെന്നോ ഒന്നും അറിയാതെ കരയുകയാണ്. അവനെ ലാളിച്ച് എനിക്ക് കൊതി തീർന്നില്ലല്ലോ എന്നുള്ള ദുഃഖം എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. 7 വയസ്സായ മൂത്ത മകന് കരയുന്നത് ഒരു പക്ഷേ മരിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ധാരണയുണ്ടായിട്ട് തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പ്രമുഖ വ്യക്തികൾ മരിക്കുമ്പോൾ ചാനലിൽ കാണാറുള്ള ലൈവ് ടെലികാസ്റ്റിംഗ് കണ്ട് സംശയം ചോദിച്ച് അവനോട് അതെല്ലാം വിശദീകരിച്ചിരുന്ന കാര്യം ഞാൻ ഓർത്തു. എങ്കിലും TV-യിൽ മുഴുകിയിരുന്ന എന്നോട് അവൻ ചോദിക്കാറുള്ള പല സംശയങ്ങളും ഞാൻ സ്നേഹപൂർവ്വം അവഗണിക്കാറുണ്ടായിരുന്നു. അവനോടൊത്ത് അധിക സമയം ചെലവിടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും TV പരിപാടികളിൽ മുഴുകി അവനെ അവഗണിച്ചത് അവൻ്റെ ജീവിതത്തിൽ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. TV ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് മക്കളോട് സംസാരിക്കാൻ, അവരോട് ഇടപഴകാൻ ഒരുപാട് സമയം ലഭിക്കുമായിരുന്നു. കുഞ്ഞു മനസ്സുകളെ എളുപ്പം സ്വാധീനിക്കുന്ന TV-യിലെ നെറികെട്ട സംസ്കാരത്തിലേക്ക് ഞാൻ അവരെ അറിഞ്ഞുകൊണ്ട് കൈപിടിച്ച് നടത്തുകയായിരുന്നോ? കുറഞ്ഞപക്ഷം ആ നശിച്ച TV-യിൽ നിന്നെങ്കിലും എൻ്റെ മക്കളെ രക്ഷിക്കാമായിരുന്നു. ഇനി അതിനാവില്ലല്ലോ, എല്ലാം വൈകിപ്പോയില്ലേ. എൻ്റെ മക്കൾ വലുതാകുമ്പോൾ ആരായിത്തീരും? അവർ നല്ല നിലയിൽ വിദ്യാഭ്യാസം നേടി നല്ല നിലയിൽ എത്തുമോ, അതോ ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് വീഴുമോ? അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കുമോ? ഭാവിയിലെ ചിലവേറിയ വിദ്യാഭ്യാസത്തിനുള്ള വകയൊന്നും ഞാൻ അവർക്കായി കരുതി വെച്ചില്ലല്ലോ തമ്പുരാനെ. ഞാൻ മരിക്കാനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ എന്നോർത്ത് എല്ലാം ദൂർത്ത് ചെയ്ത് കളഞ്ഞതോർത്ത് ഇപ്പോൾ ദുഃഖിച്ചിട്ട് എന്ത് ഫലം? അന്നൊന്നും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുമായല്ലോ എന്നുള്ള ചിന്തകൾ എൻ്റെ കണ്ണുകളെ നനയിച്ചു. അബോധാവസ്ഥയിൽ നിന്ന് എപ്പോഴോ ഉണർന്ന ഭാര്യയും കൊണ്ട് അവിടെ ഉമ്മയും അനിയത്തിയും താങ്ങിപ്പിടിച്ച് എൻ്റെ വലതുവശത്ത് തലഭാഗത്തായി കൊണ്ടുവന്നിരുത്തി. ആ മുഖം നീ മതിവരുവോളം ഇരുന്ന് കണ്ടോ? എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുമോളെ. തേങ്ങലടക്കി പിടിച്ചുള്ള അവരുടെ ഉമ്മായുടെ സംസാരം അവിടെ കൂടിയെന്ന എല്ലാവരെയും ദുഃഖം ഇരട്ടിപ്പിച്ചു. 10 വർഷത്തോളം കൂടെ കഴിഞ്ഞ ഭാര്യ ഉപേക്ഷിച്ച് ഒന്നും മിണ്ടാതെ ഒരു യാത്ര. ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ പാവത്തിന്. ഇനിയുള്ള ജീവിതം അവൾക്ക് ഒറ്റക്കാണ് എന്നുള്ള കാര്യം എനിക്ക് വല്ലാത്ത വേദനയുണ്ടാക്കി. ഒറ്റക്കൊന്ന് പുറത്തിറങ്ങാൻ അവൾക്ക് പേടിയാണ്. ഒരു കാര്യവും എന്നോട് ആലോചിക്കാതെ ചെയ്യാറില്ല. എപ്പോഴും ഞാൻ അടുത്തുണ്ടാവണമെന്ന സ്വാർത്ഥമായ ആഗ്രഹം. എങ്ങോട്ടെങ്കിലും പോയാൽ വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുകയും വരുന്നത് വരെ പലവട്ടം ഉമ്മറത്തേക്ക് നോക്കി കാണുന്നില്ലല്ലോ എന്ന് പരിതപിക്കാറുള്ള അവിടെ ഇനിയുള്ള ജീവിതം എങ്ങനെയാകും? എല്ലാ ജീവിത പ്രശ്നങ്ങളെയും തരണം ചെയ്യാനും എല്ലാ ജീവിത സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കാനുമുള്ള ശക്തി അവൾക്കുണ്ടാവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെങ്കിലും എനിക്ക് കണ്ണീരുണ്ടായിരുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പല ആളുകൾ, കൂട്ടുകാർ, സഹപാഠികൾ എല്ലാവരും ദുഃഖത്താൽ ഘനീഭവിച്ച മുഖവുമായി എന്നെ ഒരു നോക്ക് കാണാൻ വന്നിരിക്കുന്നു. എന്നെ കളിയാക്കിയവർ, അധിക്ഷേപിച്ചവർ, സഹായിച്ചവർ, എൻ്റെ നന്മ ആഗ്രഹിച്ചവർ എല്ലാവരിലും ഒരേ ഭാവം മാത്രമായിരുന്നു.
അന്തരീക്ഷം ഖുർആനിൻ്റെ വചനങ്ങളാൽ മുഖരിതമായിരുന്നു. ഞാൻ വീണ്ടും ഭാര്യയെക്കുറിച്ച് ഓർത്തു. പലപ്പോഴും നിസ്സാര കാരണങ്ങൾക്ക് പിണങ്ങാറുണ്ട്, പരസ്പരം മിണ്ടാതിരിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു നേരത്തേക്ക്, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക്, അല്ലെങ്കിൽ 2, അതിനപ്പുറം പോകുമായിരുന്നില്ല. പരസ്പരം മുഖം കറുപ്പിച്ച് 2 അപരിചിതരെ പോലെ ഒരേ റൂമിൽ ഒരേ മെത്തയിൽ എന്തിനായിരുന്നു? എല്ലാം നൈമിഷികമായ ചില മണ്ടത്തരങ്ങൾ. അങ്ങനെ നഷ്ടപ്പെടുത്തിയ ദിനങ്ങളെ ഓർത്ത് ഇപ്പോൾ ഖേദിച്ചിട്ട് എന്ത് കാര്യം? എല്ലാം വൈകിപ്പോയിരിക്കുന്നു. എന്നെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഒരുപക്ഷെ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമായിരുന്നു. അറിയില്ല, അതൊന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. എന്നാലും ഈ ചെറുപ്രായത്തിൽ വിധവയാകേണ്ടി വന്നത് വളരെ കഷ്ടം തന്നെ. അവൾ ഒരു പുനർവിവാഹത്തിന് തയ്യാറാകുമോ? അങ്ങനെ ചെയ്താൽ അവൾ എന്നോട് കാണിക്കുന്നത് നീതികേടാകുമോ? ശാരീരിക ആവശ്യം മാത്രമല്ലല്ലോ ഒരു വിവാഹത്തിലൂടെ നിറവേറ്റപ്പെടുന്നത്. ഞാൻ പകുത്തു നൽകിയ സ്നേഹത്തിൻ്റെ ഓർമ്മയിൽ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അവൾക്ക് തള്ളി നീക്കാൻ കഴിയുമോ? എനിക്കതിന് ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നില്ല. അവളെ പൂർണ്ണമായി മനസ്സിലാക്കാഞ്ഞിട്ടാണോ അതോ മനസ്സിലാക്കാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. എനിക്കതിനൊരു ഉത്തരം കിട്ടിയില്ല. ആ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും അവൾ എടുക്കട്ടെ. നല്ലൊരു തീരുമാനത്തിലെത്താൻ അവൾക്ക് കഴിയട്ടെ. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൈനീട്ടിയെങ്കിലും അസാധ്യമാണെന്ന തിരിച്ചറിവ് മനസ്സിൽ വിങ്ങല് തീർത്തു. അല്പം കഴിഞ്ഞപ്പോൾ കുറച്ചുപേർ ചേർന്ന് എന്നെ കുളിപ്പിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടി റൂമിലേക്ക് കൊണ്ടുപോയി. ചൂടാക്കിയ വെള്ളം കൊണ്ട് കുറച്ചുപേർ ചേർന്ന് എന്നെ കുളിപ്പിച്ച് ഇടതുവശത്തേക്ക് ചേർത്ത് കുത്തിയൊരു മുണ്ടെടുത്ത് എന്നെ 3 തുണികൾ വിരിച്ചതിൽ കൊണ്ടുവന്ന് കിടത്തി. സുഗന്ധദ്രവ്യങ്ങൾ തെളിച്ച ആ വെള്ളത്തുണിയിൽ എന്നെ പൊതിഞ്ഞ് കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി അവസാനമായി ഒരു നോക്കു കാണാനുള്ള അവസരമായിരുന്നു. നിലവിളികൾ അടക്കിപ്പിടിച്ചും അല്ലാതെയും അവിടെ മുഖരിതമായിരുന്നു. ആർക്കും ആരെയും നിയന്ത്രിക്കാനാവാത്ത വിധം എല്ലാവരും അവിടെ സങ്കടങ്ങൾ കരഞ്ഞു തീർക്കുന്നു. ഇങ്ങനെ കരഞ്ഞു വിളിച്ചാലും തിരിച്ചുവരവരുടെയൊക്കെ അടുത്ത് ചെന്ന് എനിക്കൊന്നും പറ്റിയില്ല, ഞാനിപ്പോൾ വരാമെന്ന് പറയാനും കഴിയാത്ത എൻ്റെ അവസ്ഥ എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അവസാനം 3 കഷ്ണം തുണിയിൽ 3 കെട്ടും കെട്ടി എന്നെ മയ്യത്ത് കെട്ടിലേക്ക് എടുത്തു വെച്ചു. എനിക്ക് വേണ്ടി അനേകം കണ്ടങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയർന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം മയ്യത്ത് കെട്ടിൽ 4 കാലുകൾ 4 പേര് പിടിച്ച് പൊക്കി കബറടക്കുന്നതിനായി പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. മറമാടുന്നതിന് മുമ്പ് മതാചാരപ്രകാരമുള്ള മയ്യത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള അവസാനത്തെ കടപ്പാട്. അതിനായി അവരെ പള്ളിയിൽ കയറ്റി അംഗസ്നാനം ചെയ്ത് അവസാനത്തെ കടപ്പാട് നിർവഹിച്ച് വീണ്ടും പള്ളിപ്പറമ്പിലേക്കുള്ള യാത്ര തുടർന്നു. പള്ളിപ്പറമ്പിൽ 6 അടിയോളം താഴ്ചയിൽ ഖബർ തയ്യാറായിരിക്കുന്നു. അതിൽ തന്നെ 1.5 അടിയോളം ആഴത്തിലൊരു ഉൾഖബറുമുണ്ടായിരുന്നു. വീതി കുറഞ്ഞുള്ള ഒരു ചെറിയ അറ പോലുള്ള ഒരു കുഴി, ഒരാൾക്ക് ചരിഞ്ഞു കിടക്കാവുന്ന അത്ര സ്ഥലം. മണിമാളികയിലെ പട്ടുമെത്തയിൽ കിടന്ന ഓരോരുത്തർക്കുമുള്ള അവസാന ശയ്യക്കായി തയ്യാറാക്കി വെച്ച മണ്ണുമെത്ത വില കൂടിയ മാർബിൾ കൊണ്ടും വെരിഫൈഡ് ടൈൽസ് കൊണ്ടും മത്സരിച്ച് കെട്ടിയുണ്ടാക്കിയ വീട് ഉപയോഗിച്ച് കൊതി തീരും മുമ്പേ ഈ മണ്ണുമെത്തയിൽ ഇത്രനാളും അഹങ്കരിച്ച് ജീവിച്ച് ഞാനെന്ന ഭാവം പിടിയാതെ നെഞ്ചുവിരിച്ച് നടന്നിട്ട് ഒടുവിൽ ഈ മൺഖബറിൽ എല്ലാം അവസാനിക്കുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, നിന്റെ മടക്കം മണ്ണിലേക്ക് തന്നെയാകുന്നു എന്ന വേദഗ്രന്ഥത്തിന് അർത്ഥം ഇപ്പോൾ മനസ്സിലാകുന്നു. ഉൾഖബറിൻ്റെ മുകളിൽ അവസാനത്തെ മൂടുകല്ലും വെച്ചപ്പോൾ ഞാൻ ഒരു ഇരുട്ടറയിൽ ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് വല്ലാത്ത ഭയം തോന്നി. ഞാൻ മരിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ എനിക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല. കരയുമ്പോൾ കണ്ണുനീരില്ല. എന്നെ ആരും കാണുന്നില്ല. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഈ അവസ്ഥ പിന്നെ എന്താണ്? മരിക്കുമ്പോൾ അതികഠിനമായ വേദന ഉണ്ടാകും എന്നതുകൊണ്ടല്ലേ നബി തിരുമേനി മരണക്കിടക്കയിൽ വെച്ചുകൊണ്ട് തന്നെ തൻ്റെ അനുയായികൾക്ക് മരണവേദന ലഘൂകരിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചത്? മരണവേദന ഭയാനകമാണ് എന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് എനിക്കൊരു വേദനയും ഉണ്ടായിട്ടില്ല, ചെറിയൊരു നെഞ്ചുവേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള സംശയം എന്നിൽ ഭയപ്പെട്ടു. എനിക്ക് മുകളിൽ വിരിച്ച മൂടുകല്ലുകൾ തട്ടിമാറ്റി ഞാൻ സർവ്വശക്തിയുമെടുത്ത് ഉമ്മ എന്ന് വിളിച്ച് എഴുന്നേറ്റിരുന്നു. എൻ്റെ ശബ്ദം പുറത്തു വന്നിരിക്കുന്നു. എൻ്റെ വിളി കേട്ട് ഭാര്യ ഉണർന്നു, ലൈറ്റ് തെളിയിച്ചു. ഞാൻ വല്ലാതെ വിയർത്തിരിക്കുന്നു. ഞാൻ കണ്ടതൊരു സ്വപ്നമായിരുന്നു. ഞാൻ മക്കളെ നോക്കി, അവർ നല്ല ഉറക്കമാണ്. എന്തേ വല്ല സ്വപ്നവും കണ്ട് പേടിച്ചോ? എൻ്റെ തലമുടിയിലൂടെ വരലോടിച്ചുകൊണ്ട് ഭാര്യ ചോദിച്ചു. പേടിക്കാൻ പാടില്ലാത്ത ഒരു പേടി സ്വപ്നം. എനിക്ക് അല്പം വെള്ളം വേണം. അവൾ തന്ന വെള്ളം കുടിക്കുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ നടുക്കം വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നെ എന്തെല്ലാമോ ഓർമ്മപ്പെടുത്താനും എനിക്കൊരു അവസരം കൂടി നൽകിയ പോലെ ഒരു കൊച്ചു സ്വപ്നം. ഇങ്ങനെ ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നമുക്ക് അവസരം തരുമ്പോഴൊക്കെയും ഒരു പുതിയ അവസരം ജീവിതത്തെ തിരുത്താൻ, നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കാൻ, അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ ആരാധിക്കാൻ അവസരം നൽകുകയാണ് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. ആ തിരിച്ചുവരവ്, വീണ്ടും വീണ്ടും നൽകപ്പെടുന്ന ഈ ഉണരൽ, ഈ പകൽ, ലഭിക്കാത്ത അവസാന മരണത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓരോ മനുഷ്യനും ആലോചിക്കുകയും അങ്ങനെ തൻ്റെ ജീവിതത്തെ തിരുത്താൻ അവൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സന്തോഷത്തോടു കൂടി വിചാരണയ്ക്ക് വരാൻ അവന് സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
ഞാൻ പറഞ്ഞ ആദ്യ വിഷയത്തിലേക്ക് അല്പം കൂടെ നിങ്ങളുടെ മനസ്സിലിരിക്കുകയാണ്. നമ്മുടെ ഈ ദുനിയാവ് നശ്വരമാണ്, എളുപ്പം തീർന്നു പോകുന്നതാണ്. ഇവിടെ പലതും ചെയ്തു വെക്കാനും ചെയ്തു തീർക്കാനും ഉത്തരവാദിത്തങ്ങൾ ചെയ്തു നിർവഹിക്കുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് ആണുങ്ങൾ ആണത്തത്തോടുകൂടി, പുരുഷന്മാർ പൗരുഷത്തോടുകൂടി തൻ്റെ മുമ്പിലെ തിന്മയെ എതിർക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം. പുതിയ വിഗ്രഹങ്ങളും പുതിയ ബിംബങ്ങളും ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ആ വിഗ്രഹങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ, തകർക്കേണ്ട വിഗ്രഹങ്ങളെ തകർക്കാൻ, നശിപ്പിക്കേണ്ടത് നശിപ്പിക്കാനുള്ള ഈമാനികമായ കരുത്ത് നാം കാണിക്കണം. അന്ധവിശ്വാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന, അതൊക്കെയും വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതൊക്കെയും വിറ്റ് കാശാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ നമ്മുടെ ധർമ്മം നിർവഹിക്കുക എന്ന് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, വളരെ പ്രൗഢ ഗംഭീരമായ പ്രഭാഷണം നടത്തി. നാം ഇതിൽ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുക.